നെയ്യാറ്റിൻകരയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുന്നത്തുകാൽ എന്ന പ്രദേശത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. റോഡ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. കുണ്ടും കുഴിയായിട്ട് കിടക്കണമെന്ന് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും. അന്വേഷണം തുടങ്ങുന്നുണ്ട്. കുന്നത്തുകാൽ ജംഗ്ഷനിൽ ബസ് നിർത്തുന്നതിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇത്രയും വാഹനങ്ങൾ കുണ്ടിലിറങ്ങുന്നു, വീണ്ടും കയറുന്നു, അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. വിശദമായ വിവരങ്ങളാണ്. കുന്നത്തുകാലിൻ്റെ അപ്പുറത്താണ് 1.5 കിലോമീറ്റർ അപ്പുറമാണ് കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഈ കുണ്ടിന് കയറിയാണ് അപ്പുറത്തേക്ക് പോകാനുള്ളത് പറയുന്നു. അതുപോലെ നമുക്ക് റോഡിൻ്റെ ഇരുവശവും കുണ്ടും കുഴികളിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ വാർത്ത അന്വേഷണം തുടങ്ങുന്നുണ്ട്. റോഡിൻ്റെ അന്വേഷണങ്ങൾ തുടങ്ങുന്നു. പഞ്ചായത്ത് ലക്ഷം അടുത്തതോടെ തന്നെ റോഡിൻ്റെ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞെന്ന് തന്നെ പറയാൻ നിൽക്കും. ദേശീയപാതയിൽ നിന്നും അമരവിളിയിൽ നിന്നും കാരക്കോണത്ത് പോകുന്ന മെഡിക്കൽ കോളേജിൻ്റെ റോഡാണ് ശോചനീയാവസ്ഥയിലേക്ക് കിടക്കുന്നത്. അധികാരികൾ കണ്ട് ഈ നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളോട് ഒന്നടങ്കം ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്ന. ആ കുന്നിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കിനി പോകാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. വിശദമായ ആശയങ്ങൾ, വിശദമായ റിപ്പോർട്ടുകളുമായുമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. എത്രയും വാഹനങ്ങൾ ഈ കുണ്ടും കുഴികളിൽ കൂടെ കയറിയാണ് പോകുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കൊച്ചുകുട്ടികളൊക്കെ പോകുന്നതാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് അടുത്തുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്കിനി പോകാം. ഇത് കുഴിയാണ്. ഇതാണ് ഒരു വല്ലാത്തൊരു എത്ര വാഹനങ്ങൾ പോകുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ കുണ്ടിൻ്റെ കുഴി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വാഹനങ്ങൾ വരുന്ന ഇതാണ്. ശോചനീയാവസ്ഥയിലാണ് ഇത്. അധികാരികൾ കണ്ട് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകും. ഇലക്ഷൻ അടുക്കുന്നുണ്ട്. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? പഴയ കാലത്തേക്ക് ഒരു വാർത്ത വന്നാൽ അപ്പോഴാക്ഷം തുടങ്ങും. ഇപ്പോൾ കുന്നത്തുകാൽ പഞ്ചായത്തിൽ നിന്നും അധികാരികൾ കാണുന്നുണ്ടായി. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. കണ്ട് വാഹനങ്ങൾ കയറി ഇറങ്ങിപ്പോകുന്നു. ഇടി കൊണ്ട് നടുവേദന, അതുപോലെ മഴയായ വെള്ളം കൊണ്ട് ഇത് പ്രശ്നമാണെന്നാണ് പറഞ്ഞു. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി കുന്നത്തുനാളിൽ നിന്നും ബാഹുലയം.